ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് ശിവാനിക്കുള്ള പ്രണയലേഖനം എഴുതുകയാണ്. ശിവാനിയോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹവും അടുപ്പവും പ്രണവിന് തോന്നുകയാണെന്ന് പ്രണവ് തന്നെ സ്വയം മനസ്സിൽ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പേപ്പറും പേനയും എടുത്ത് പ്രണവ് ശിവാനിക്കുള്ള പ്രണയലേഖനം എഴുതുകയാണ്. അതിൽ എഴുതുന്നത്, നീ എനിക്ക് തന്നത് ഞാൻ തിരിച്ച് എന്നും നിനക്ക് തരട്ടെ എന്നും പറഞ്ഞ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എഴുതുന്നത്. അങ്ങനെ ഓരോ പേപ്പറുകളായിട്ട് മാറി മാറി എഴുതുകയാണ്. അങ്ങനെ പ്രണവ് അതെല്ലാം തന്നെ ചുരുട്ടി കൂട്ടി നിലത്തേക്ക് എറിയുകയാണ്. ഈ സമയത്താണ് നിധി എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ പ്രണവിനെ ചോദിക്കുകയാണ് നിധി. അപ്പോൾ പാറു പറയുകയാണ്, പ്രണവ് റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല, എന്താണെന്നറിയില്ല, അവൻ എന്തോ ജോലിയിലാണെന്ന് തോന്നുന്നു എന്ന് പാറു പറയുകയാണ് കേട്ടോ. അങ്ങനെ പാറുവിനും ഗോപിനാഥിനും യാമിനിക്കും ഒക്കെ ചായ കൊടുക്കുകയാണ്. അപ്പോൾ ഒപ്പം ഗൗതമും കൂടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഗൗതമിന് നിധി ചായ കൊടുക്കുന്ന സമയത്ത് ഗൗതം സ്വകാര്യത്തിൽ നിധിയോട് പറയുന്നുണ്ട്, നീ എനിക്ക് പലിശ തന്നിട്ടില്ല ഇന്ന് എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗതം ഒന്ന് വെറുതെ ഇരിക്കുക, എല്ലാവരും ഉണ്ട് ഇവിടെ എന്ന് പറയാണ്. അങ്ങനെ നിധി ചായയുമായി പ്രണവിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്തൊക്കെ പ്രണവ് നിറയെ കടലാസുകളൊക്കെ ചുരുട്ടിക്കൂട്ടി നിലത്തിടുന്നത് കാണുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കടലാസ് ചുരുട്ടിക്കൂട്ടി നേരെ എറിയുന്നത് നിധിയുടെ നേരെയാണ്. അപ്പോൾ നിധി ആ ഒരു പേപ്പർ ചുരുട്ടിക്കൂട്ടിയത് തുറന്ന് വായിച്ചു നോക്കുകയാണ്. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്, നീ എനിക്ക് തന്നത് ഞാൻ നിനക്ക് ദിവസവും തിരിച്ചു തരട്ടെ, ഐ ലവ് യു എന്ന് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ പ്രണവിന് പ്രണയമുണ്ട് എന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നിധി പ്രണവ് എന്ന് പറഞ്ഞു വിളിക്കുന്ന സമയത്ത് പ്രണവ് ഞെട്ടിയിട്ട് അങ്ങ് എണീക്കുകയാണ്. എന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ്, ആ ഏട്ടത്തി എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇതെന്താടാ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിനക്കെന്താ ഒരു പ്രണയമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായല്ലോ, ആരാടാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവ് നാണത്തോടു കൂടി പറയുകയാണ്, അത് വൺ സൈഡ് ലവ് ആണ് ഏട്ടത്തി, ഇതുവരെ ഒന്നും തുറന്ന് സംസാരിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അത് ശരി, വൺ സൈഡ് ലവ് ആണ്, എങ്കിലും അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പ്രണവ് ആ പേര് പറയുന്നില്ല കേട്ടോ. ആദ്യം എൻ്റെ പ്രണയം ഒന്ന് സക്സസ് ആവട്ടെ ഏട്ടത്തി, എന്നിട്ട് ഞാൻ ഏട്ടത്തിയോട് ഇക്കാര്യം സംസാരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ പ്രണവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പേപ്പർ എടുത്ത് നേരെ നിധി താഴേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പ്രണവിന് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിധി താഴെ എത്തുന്ന സമയത്ത് ഗൗതമും പാറുവും യാമിനിയും ഗോപിനാഥും താഴെ ഉണ്ടാവും. അപ്പോൾ പ്രണവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കേട്ടോ നിധി വരുന്നത് താഴേക്ക്. എന്നിട്ട് നിധിയുടെ കയ്യിലുള്ള പേപ്പർ ഗൗതമിന് കൊടുക്കുകയാണ്. അപ്പോൾ ഗൗതം അത് ഉറക്കെ അങ്ങ് വായിക്കുകയാണ് കേട്ടോ. എനിക്ക് തന്നത് ദിവസവും ഞാൻ തിരിച്ചു തരട്ടെ, ഐ ലവ് യു എന്ന് പറഞ്ഞ് വായിക്കുകയാണ്. അത് കേട്ടതോടുകൂടി പാറു അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മിനിയോട് പറയണ, നീ ചെവി പൊത്തിക്കേ എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം നാണത്തോടു കൂടി നിധിയോട്, എനിക്കെന്താ, എനിക്ക് 100 വട്ടം സമ്മതമാണ് എന്ന് നാണത്തോടു കൂടി ഗൗതം പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നിധി പറയുകയാണ്, ഇത് ഞാൻ എഴുതിയതല്ല, ഇത് പ്രണവ് എഴുതിയതാണ് എന്ന് പ്രണവോ എന്നങ്ങ് ചോദിക്കേണ്ട. അങ്ങനെ പാറു, എന്താ മോളെ നീ പറഞ്ഞത്? അതെ, ഇത് പ്രണവിൻ്റെ റൂമിലേക്ക് ചെന്ന സമയത്ത് പ്രണവ് എഴുതിയതാണ്, പ്രണവിന് എന്തോ ഒരു പ്രണയമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ പ്രണവിനോട് നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാണ്, കുട്ടിയുടെ പേര് പറ, എങ്കിലല്ലേ എനിക്ക് ഇക്കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ, എന്നിട്ട് നിങ്ങളുടെ കല്യാണം ഞാൻ തന്നെ മുന്നിട്ട് നടത്തിത്തരാമെന്ന് നിധി പ്രണവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ പ്രണവ് പറയുന്നുണ്ട്, ഇത് വൺ സൈഡ് ലവ് ആണ്, അതുകൊണ്ട് പേര് തൽക്കാലം ഇപ്പോൾ ഏട്ടത്തിയോട് പറയുന്നില്ല, പ്രണയം ആദ്യം സക്സസ് ആവട്ടെ, എന്നിട്ട് ഞാൻ ഏട്ടത്തിയോട് ഇക്കാര്യം സംസാരിക്കാം എന്നാണ് കേട്ടോ നിധിയോട് ആ സമയത്ത് പ്രണവ് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ പാറു പറയണേ, പ്രണവിന് പ്രണയമോ? അതെ അമ്മേ, പ്രണവിൻ്റെ റൂമിലേക്ക് ഞാൻ ചായയുമായിട്ട് ചെന്ന സമയത്ത് അവിടെ ഒരുപാട് പേപ്പറുകൾ ചുരുട്ടിക്കൂട്ടി നിലത്തിട്ടിട്ടുണ്ട്, അതിൽ ഒരു പേപ്പറിൽ എഴുതിയതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത് എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും അതിശയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പ്രണയം ആരോടാണെന്ന് നിന്നോട് പറഞ്ഞോ നിധി എന്ന് പാറു ചോദിക്കുമ്പോൾ, ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല, ആദ്യം സക്സസ് ആവട്ടെ എന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണ്. ആ ഒരു ലെറ്റർ വായിച്ചു നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാറുവിന് ഒരുപാട് സന്തോഷമാവുകയാണ്. ഞാനും ഗോപിയേട്ടനും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്, ഇങ്ങേരുടെ അതേ സ്വഭാവം തന്നെയാണല്ലോ പ്രണവും ഇപ്പോൾ കാണിക്കുന്നത്, പ്രണവും ഇപ്പോൾ ലവ് ലെറ്ററൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങേരുടെ അതേ സ്വഭാവം തന്നെ, ഇങ്ങേരുടെ രക്തമല്ലേ, പിന്നെ ആ ഗുണമല്ലേ കാണിക്കാതിരിക്കൂ എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗൗതം ചോദിക്കുകയാണ്, അതെന്താ അമ്മ എടുത്തിട്ട് പറയുന്നത്, ഞാനും അച്ഛൻ്റെ അതേ രക്തം തന്നെയല്ലേ, അപ്പോൾ എനിക്കും ഉണ്ടാവില്ലേ ആ ഒരു സ്വഭാവം എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് പാറു പെട്ടെന്ന് പതറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗോപിനാഥും ഒന്ന് പതറുകയാണ്. അപ്പോൾ ഇതെല്ലാം നിധി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഇവരെന്താ
എന്താ ഇങ്ങനെ പതർച്ചയോട് കൂടി പറയുന്നത്? ഗൗതം അപ്പോൾ ഇവരുടെ മകനല്ലേ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിധി അവരെ തന്നെ നോക്കുന്നത്. അപ്പോൾ ഗൗതം വീണ്ടും ചോദിക്കുകയാണ് പാറുവിനോട്, അതെന്താ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പാറു, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ, പിന്നെ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നങ്ങ് പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതെ, ഞാൻ പ്രസവിച്ചതാണ് നിന്നെ, നീ എൻ്റെ മകൻ തന്നെയാണ് എന്ന് 2-3 തവണയായിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കുക, എന്തിനാ അമ്മ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്, എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ പ്രശ്നം, അമ്മ എന്തിനാ ഇങ്ങനെ പതർച്ചയോട് കൂടി പറയുന്നത് എന്നൊക്കെ വീണ്ടും ചോദിക്കുന്ന സമയത്ത്, എൻ്റെ മോനാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ പൊന്നു മോനാണ് ഗൗതം എന്ന് വീണ്ടും പാറു കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഗൗതമിന് ഞാൻ ചായയുമായിട്ട് വരാമെന്ന് പറയാട്ടോ. അപ്പോൾ നിധി പറയുകയാണ്, ഞാനല്ലേ ഇപ്പോൾ ഗൗതമിന് ചായ കൊടുത്തത്, പിന്നെ എന്തിനാ, അല്ല ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കട്ടെ എന്നും പറഞ്ഞ് പാറു പെട്ടെന്ന് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ നിധി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഗൗതം ഇവരുടെ മകൻ തന്നെയല്ലേ, പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ 2-3 തവണയായി അതും കരഞ്ഞുകൊണ്ട് പതർച്ചയോട് കൂടി ഗൗതമിന് എൻ്റെ മകൻ തന്നെയാണെന്ന് പറയുന്നത്? ഇതിൽ എന്തോ ഒരു രഹസ്യമുണ്ടല്ലോ എന്നൊക്കെ ഗൗതമിനെ കുറിച്ച് നിധി ഇങ്ങനെ മനസ്സിൽ പാറു കാട്ടിയതെല്ലാം തന്നെ ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്. പിന്നീട് ശിവാനി അമലിന് കൊടുക്കാനുള്ള പൈസ തപ്പുകയാണ് കേട്ടോ. അപ്പോൾ അശോകൻ എടുത്തു വെച്ചിരിക്കുന്ന ആ പൈസ എടുക്കുകയാണ്. ആരും കാണാതെ അശോകൻ എടുത്തു വെച്ച ആ 1,00,000 രൂപ, അയൽവക്കത്തെ സ്ത്രീ അശോകനെ ഏൽപ്പിച്ച ആ പൈസ ശിവാനി ആരും കാണാതെ എടുത്തു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അമലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അമലിന് ആ പൈസ കൊടുക്കുന്ന സമയത്ത് അമൽ പറയുന്നുണ്ട്, ഇതിൽ ഞാൻ പറഞ്ഞ മുഴുവൻ തുകയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് അത്രയും പൈസ സംഘടിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, നീ ആദ്യം ആ വീഡിയോ എങ്ങ് എടുക്ക്, ഞാൻ അത് ഡിലീറ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, അതിന് ആദ്യം നീ എൻ്റെ കയ്യിലേക്ക് പൈസ തായോ, എന്നിട്ട് മതി നിൻ്റെ വീഡിയോ ഡിലീറ്റ് ആക്കലേ എന്ന് പറയുകയാണ്. അങ്ങനെ ശിവാനി അമലിൻ്റെ കയ്യിലേക്ക് പൈസ വെച്ച് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നിധി അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് നിധി ആ പൈസ അങ്ങ് തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് നീ ഇവന് ഇത്രയും അധികം പൈസ കൊടുക്കുന്നത്, നീയും ഇവനും തമ്മിൽ എന്ത് ഇടപാടാണ് ഉള്ളത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അമൽ പറയുകയാണ്, നിധി, നീ വെറുതെ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഇത് ഞാനും ശിവാനിയും തമ്മിലുള്ള ഇടപാടാണ്, ഇതിൽ നീ വെറുതെ ഇടപെടരുത് എന്ന് പറയുമ്പോൾ, നീയും ശിവാനിയും തമ്മിലുള്ള ഇടപാടോ, അത് എന്ത് ഇടപാടാണെന്നുള്ളത് എനിക്കറിയാം, നിന്നെക്കുറിച്ചും ഇവളെക്കുറിച്ചും നന്നായിട്ട് അറിയാവുന്നത് തന്നെയാണ്, നീ ഇവളുടെ കയ്യിലുള്ള പൈസയും സ്വർണവും എല്ലാം തന്നെ തട്ടിയെടുത്തു പോയതല്ലേ, എന്നിട്ട് നിന്നെ പിടിച്ച് ജയിലിലാക്കിയതുമാണ്, എന്നിട്ട് വീണ്ടും നീ ഈ തരികിടയുമായിട്ടാണോ വന്നിരിക്കുന്നത്, എങ്കിൽ നിന്നെ ഇപ്പം തന്നെ ഞാൻ പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് നിധി ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ നിൽക്കട്ടോ. അപ്പോഴത്തേക്കും അമലിന് അങ്ങ് പേടി വരികയാണ്. അങ്ങനെ അമൽ പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് സ്പീഡിൽ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ നിധിയുടെ കയ്യിൽ തന്നെയാണ് പൈസയുള്ളത്. അപ്പോൾ ശിവാനി, പൈസ മര്യാദക്ക് തായോ എന്ന് പറയുമ്പോൾ, അതെന്തിനാ നിനക്ക് തരുന്നത്, നീ ഈ പൈസ എവിടെ നിന്നാണ് എടുത്തത്, ഇത് എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്, നീ എന്തിനാണ് അമലിന് ഈ പൈസ കൊടുക്കുന്നത്, അതൊക്കെ എന്നെ ബോധിപ്പിച്ചേ നിനക്ക് ഞാൻ ഈ പൈസ തരികയുള്ളൂ എന്ന് പറയുമ്പോൾ, നീ എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ ശിവാനി. എന്നിട്ട് ശിവാനി നിധിയുടെ കയ്യിലുള്ള ആ പൈസ തട്ടിയെടുത്ത് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് നിധി ശിവാനിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. നീ ഇവിടെ വാടി എൻ്റെ കൂടെ, നീ എവിടെ നിന്നാണ് ഈ പൈസ എടുത്തത് എന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം, നീയും അമലും തമ്മിൽ എന്ത് ബന്ധമാണെന്നുള്ളത് എനിക്ക് ഇന്ന് അറിയണമെന്ന് പറഞ്ഞ് ശിവാനിയുടെ കൈയും പിടിച്ച് നിധി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അശോകനാണെങ്കിലോ ആ പൈസ നഷ്ടപ്പെട്ടത് അറിയുകയാണ്. എന്നിട്ട് അശോകൻ എല്ലായിടങ്ങളിലും തിരയുകയാണ് കേട്ടോ. ഇവിടെ ഇരുന്നിരുന്ന പൈസയാണല്ലോ, ഇതിപ്പോൾ എവിടെയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയും അവരോട് എന്നൊക്കെ അശോകൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ രേണുകയെ വിളിക്കുകയാണ്, ഞാൻ ഇന്നലെ ഇവിടെ വെച്ചിരുന്ന ആ പൈസ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കണ്ടില്ല, നിങ്ങൾ തന്നെയല്ലേ സൂക്ഷിച്ചു വെച്ചത്, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രേണുക പറയുകയാണ്, എനിക്ക് തോന്നുന്നത് അതെല്ലാം നിഖിൽ എടുത്തിട്ടുണ്ടാവും, നിഖിലിന് കോളേജിൽ പോയിട്ട് ചെക്കന്മാരുടെ മുന്നിൽ ഒന്ന് സ്റ്റാർ ആവണ്ടേ, അതിനു വേണ്ടി അവൻ പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ നിഖിലിനെ വിളിക്കുകയാണ് കേട്ടോ രേണുക. എന്നിട്ട് നിഖിലിൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടായിരുന്ന പൈസ എവിടെടാ എന്ന് ചോദിക്കുമ്പോൾ നിഖിൽ പറയുകയാണ്, ഇല്ല അമ്മാവ, ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ രേണുക വീണ്ടും തട്ടിക്കയറുക, നീ തന്നെയാണ് എടുത്തിട്ടുണ്ടാവുക എന്ന് വീണ്ടും പറയുമ്പോൾ ചന്ദ്രി പറയാണ്, എൻ്റെ മോൻ അങ്ങനെയൊന്നും എടുക്കില്ല, എന്തിനാ വെറുതെ ഏട്ടത്തി ഇല്ലാത്ത കാര്യം പറയുന്നത്, ഇല്ലാത്ത കാര്യമാണോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാം, ഇവൻ തന്നെയാണ് പൈസ എടുത്തത് എന്ന് പറയണം. അപ്പോൾ അശോകൻ പറയും, രേണുക നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, പൈസ എടുത്തത് അവനല്ല എന്നുള്ളത് എനിക്കറിയാം, എൻ്റെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എടുത്തത് എന്ന് പറയിപ്പിക്കാനും എനിക്കറിയാം എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ശിവാനിയും കൂട്ടി നിധി വരികയാണ്. എന്നിട്ട് നിധി പറയുകയാണ്, അമ്മാവൻ്റെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട്, എൻ്റെ കയ്യിൽ ഇന്നലെ ചേച്ചി ഏൽപ്പിച്ചതാണ്, എന്നിട്ടിപ്പോൾ ആ പൈസയാണ് കാണാതായത് എന്ന് പറയട്ടോ. അപ്പോൾ
നിധി പറയുകയാണ് അമ്മാവൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പൈസ എടുത്തിട്ടുള്ളത് ശിവാനിയാണ് എന്ന് പറയാണ്. ശിവാനിയാണ് എന്ന് കേട്ടതോടുകൂടി രേണുകയും അശോകനും ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശിവാനിയും കൂട്ടി നിധി എടുത്തേക്ക് വരികയാണ്. ഇവളാണ് ആ പൈസ എടുത്തത് എന്ന് പറയാണ്. അപ്പോൾ അശോകൻ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇവളെന്തിനാ ഇത്രയും പൈസ എടുത്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശിവാനിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി അശോകനും നിധിയുമൊക്കെ ഒരുങ്ങുകയാണ്. അപ്പോൾ നിധി അശോകനോട് പറയുന്നുണ്ട് ഇവൾ പൈസ കൊണ്ടുപോയത് അമലിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അമലിൻ്റെ കയ്യിലേക്ക് പൈസ കൊടുക്കുന്ന ആ സമയത്താണ് ഞാൻ അവിടേക്ക് എത്തിയത്. അതുകൊണ്ടാണ് പൈസ നഷ്ടപ്പെടാതിരുന്നത്. ഇപ്പോഴും ശിവാനിയും അമലും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എന്താണ് ഇവർ പൈസയുമായിട്ടുള്ള ഇടപാട് എന്നുള്ളത് അമ്മാവൻ തന്നെ ഇവളെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് നിധി പറയുകയാണ് കേട്ടോ. അങ്ങനെ അശോകൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ശിവാനിയുടെ കരണം നോക്കി അശോകൻ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ശിവാനിയുടെ കഴുത്തൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു, എന്തിനാടി നീ അമലിനുമായി ആ പൈസ കൊണ്ടു കൊടുക്കാൻ പോയത്? നിന്നെ ചതിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? നീ അന്ന് കല്യാണത്തലേന്ന് കൂടെ ഒളിച്ചോടിപ്പോയി. നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്തിയതും പോരാ, ഇനിയും നീ അവനുമായിട്ട് ബന്ധം. ഈ എന്ത് ബന്ധമാണെങ്കിൽ നീ മര്യാദക്ക് സത്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ശിവാനിയെ അശോകൻ ഒരുപാട് അടിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ രേണുക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവൾ എന്തിനു പുറപ്പെടുകയാണ്? ഇവൾക്കിപ്പോൾ നല്ലൊരു ജീവിതം ആ വസുന്ധര തയ്യാറാക്കിയതാണ്, പ്രണവുമായിട്ടുള്ള കല്യാണം. ഇപ്പോൾ തന്നെ വീണ്ടും ഇനി അമലുമായിട്ട് എന്തിനാണ് ഇവൾ കൂട്ടുകൂടുന്നത്? ഗൗതമുമായിട്ടുള്ള കല്യാണം തന്നെ അമലിനുമായിട്ടുള്ള ബന്ധവും കൊണ്ടാണ് മുടങ്ങിയത്. ഇനി രണ്ടാമതും ഇനി വീണ്ടും അമലുമായിട്ട് ഇവൾ എന്തിനാണ് ഇങ്ങനെ കൂട്ടുകൂടുന്നത്? ഇവളെന്താ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളാണോ എന്നൊക്കെ രേണുക മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശിവാനിയെക്കുറിച്ച്.